ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ലാവൻഡർ ഫ്ലവേഴ്സ് ചെയ്യാന്നുള്ളതാണ്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ലാവൻഡർ ഫ്ലവേഴ്സ്. Hi friends, welcome back to my channel Your Crochet. അപ്പോൾ ഈ ഒരു ലാവൻഡർ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പേർപ്പിൾ കളർ യാണാണ്. പേർപ്പിൾ, ലൈറ്റ് പേർപ്പിളൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ഫ്ലവേഴ്സ് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു കമ്പിയാണ്, അതിന് ചുറ്റാനുള്ള ടേപ്പ്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ സ്ക്യൂവർ യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു ടേപ്പ് വെച്ച് അതിനെ റാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ടേപ്പ് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ യാൺ വെച്ച് ചുമ്മാ ചുറ്റിയെടുത്താലും മതിയാകും. പിന്നെ ഹുക്ക്, യാണിന് പാകത്തിനുള്ള ഹുക്കും ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ചെയിൻ വെച്ചാണ്. സ്ലിപ്പ് നോട്ട്, ഫൗണ്ടേഷൻ ചെയിൻ 28 ചെയിൻസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ചെയിനാണ്. അപ്പോൾ 28 ചെയിൻസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 28 ചെയിൻസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 4th സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്ത് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ആ സെയിം സ്പേസിൽ 4 more ഡബിൾ ക്രോഷേസ്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 6, ഈ ചെയിൻ 3 നമ്മൾ സ്കിപ്പ് ചെയ്ത ചെയിൻസും കൂടി കൂട്ടിയിട്ട് 6 ഡബിൾ ക്രോഷേസ് കിട്ടുന്നതാണ്. 3, 4 ആൻഡ് 5 എല്ലാം സെയിം സ്പേസിൽ തന്നെ, ആ സെയിം സ്പേസിൽ തന്നെയാണ് നമ്മൾ 5 ഡബിൾ ക്രോഷേസും ചെയ്യുന്നത്. ചെയിൻ അല്ലാണ്ട് അതിൻ്റെ തൊട്ടടുത്ത ചെയിനിൽ നമ്മളിവിടെയാണ് ഫ്ലവർ ചെയ്തത്, അതിന് തൊട്ടടുത്ത ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 4, ആ ചെയ്ത അതേ സ്പേസിൽ നമ്മൾ പീക്കോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെയിൻ്റെയും ഇതിൻ്റെയും ഇടയിലൂടെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച്, തൊട്ടടുത്ത ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു റിപ്പീറ്റേഷനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ചെയിൻ 4, ആ സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്, തൊട്ടടുത്ത ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ 2 സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 4, ചെയിൻ 4, slip stitch into the same space, slip stitch into next space. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എൻഡ് വരെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്ലവറിൻ്റെ ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ചെയിൻ 4, ആ സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ചെയിൻ 4, ആ സെയിം സ്പേസിൽ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു 90% ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു സ്റ്റിക്ക് ഗ്രീൻ കളർ തന്നെ ആയിട്ടുള്ള പൈപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ പിന്നെ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്യൂവറോ കമ്പിയോ എന്താണ് യൂസ് ചെയ്യുന്നതെങ്കിലും ആദ്യം തന്നെ ടേപ്പ് ചുറ്റിയിട്ട് വേണം നമുക്ക് ഈ ഒരു നമ്മുടെ പാറ്റേൺ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അതിന് ടേപ്പോ അല്ലെങ്കിൽ യാണോ യൂസ് ചെയ്ത് ഗ്രീൻ കളറാക്കി മാറ്റിയിട്ട് വേണം നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഈ സ്റ്റിക്കിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ നോർമൽ ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡബിൾ ക്രോഷേസ് 5 ഡബിൾ ക്രോഷേസ് ചെയ്തത് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇനി സാവധാനം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മതി.
ടേപ്പ് വെച്ച് ഒന്ന് ഫിനിഷ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ലാവൻഡർ ഫ്ലവർ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ലാവൻഡർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. നിങ്ങൾക്കിത് കുറേ ഫ്ലവേഴ്സ് ആക്കിയിട്ട് ഒരു ബുക്കെ ആയിട്ട് ഗിഫ്റ്റ് ഐറ്റമായിട്ടും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലും ഇടാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.